ഈ മലയാളം സീരീസിലെ 26ാമത്തെ യൂണിറ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് വളരെ ലളിതമായ ഒരു യൂണിറ്റാണ്. വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളതിൻ്റെ ഒരു വ്യത്യസ്തമായ യൂസേജ്. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ ആം ഇസ് ആർ പ്ലസ് ഐ എൻ ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യത്യസ്തമായ യൂസേജ്, പ്ലാനിങ്ങിനെ കുറിച്ചിട്ടെല്ലാം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂസേജാണത്. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഉദാഹരണത്തിന്, വാട്ട് ആർ യു ഡൂയിങ് ടുമോറോ, നിങ്ങൾ എന്താണ് നാളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ആൻഡ് ദേ ആർ പ്ലേയിങ് ടെന്നീസ് നൗ, അവരിപ്പോൾ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം പ്ലേയിങ് ടെന്നീസ് ടുമോറോ, നാളെ ടെന്നീസ് കളിക്കുകയാണ് എന്നർത്ഥം. അപ്പോൾ ആം ഇസ് ആർ പ്ലസ് ഐ എൻ ജി എന്നതിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുടങ്ങിയതും എന്നാൽ അവസാനിച്ചിട്ടില്ലാത്തതുമായ ഒരു പ്രവൃത്തിയെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ വ്യത്യസ്തമായ ഒരു യൂസേജാണ് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. വി യൂസ് ആം ഈസ് ആർ പ്ലസ് ഐ എൻ ജി പ്രസന്റ് കണ്ടിന്യൂസ് ഫോർ സംതിങ് ഹാപ്പനിങ് നൗ, ഇപ്പോൾ എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് പറയുന്നത്. വേർ ആർ സി ആൻഡ് കരോളിൻ ആൻഡ് ദേ ആർ പ്ലേയിങ് ടെന്നീസ് ഇൻ ദ പാർക്ക്, അവർ പാർക്കിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പറയുന്ന നിമിഷത്തിൽ തുടങ്ങിയിട്ടും അവസാനിച്ചിട്ടില്ലാത്തതുമായ പ്രവൃത്തി. പ്ലീസ് ബി ക്വയറ്റ്, ഐ ആം വർക്ക്, ശാന്തരാവും, ഞാൻ വർക്ക് ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങൾ പഠിച്ച ഉദാഹരണങ്ങളാണ്. എന്നാൽ വി ഓൾസോ യൂസ് ആം ഈസ് ആർ പ്ലസ് ഐ എൻ ജി ഫോർ ദ ഫ്യൂച്ചർ, ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ആം ഈസ് ആർ ഐ എൻ ജി എന്നുള്ളത് ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് വീക്ക്, ടുമോറോ പോലത്തെ വാക്കുകൾക്ക്. ഓക്കെ, ആൻഡ്രി ഈസ് പ്ലേയിങ് ടെന്നീസ് ടുമോറോ, നാളെ ആൻഡ്രിയും ടെന്നീസ് കളിക്കുകയാണ്. ഐ ആം നോട്ട് വർക്കിംഗ് നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച ഞാൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഐ ആം ഡൂയിങ് സംതിങ് ടുമോറോ എന്നുള്ളത് ഐ ഹാവ് അറേഞ്ച്ഡ് ടു ഈറ്റ്, ഐ ഹാവ് എ പ്ലാൻ ടു ഈറ്റ്. അപ്പോൾ നമ്മളെ പ്ലാനുകളെ കുറിച്ച് പറയാനും നേറ്റീവ് സ്പീക്കേഴ്സ് എന്ത് ഉപയോഗിക്കാറുണ്ട്? ആം ഈസ് പ്ലസ് ഐ എൻ ജി എന്നുള്ളത് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഉദാഹരണം നോക്കുക. ആലീസ് ഇസ് ഗോയിങ് ടു ദ ഡെന്റിസ്റ്റ് ഓൺ ഫ്രൈഡേ, ആലീസ് വെള്ളിയാഴ്ച ഡെന്റിസ്റ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഷീ ഹാസ് ആൻ അപ്പോയിൻമെൻറ്റ് ടു സീ ദ ഡെന്റിസ്റ്റ് എന്നർത്ഥം. ആൻഡ് വി ആർ ഹാവിങ് എ പാർട്ടി നെക്സ്റ്റ് വീക്കെൻഡ്, അടുത്ത വാരാന്തി ഞങ്ങളൊരു പാർട്ടി വെച്ചിരിക്കുകയാണ്. ആൻഡ് ആർ യു മീറ്റിംഗ് ബിൽ ദിസ് ഈവനിങ്, ഇന്ന് വൈകുന്നേരം നിങ്ങൾ ബില്ലിനെ കാണുകയാണോ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. വാട്ട് ആർ യു ഡൂയിങ് ടുമോറോ ഈവനിങ്, എന്താണ് നിങ്ങൾ നാളെ വൈകുന്നേരം ചെയ്യുന്നത്? ഐ ആം നോട്ട് ഗോയിങ് ഔട്ട് ടുനൈറ്റ്, ഞാനിന്ന് പുറത്തു പോകുന്നില്ല. ഐ ആം സ്റ്റേയിങ് അറ്റ് ഹോം, ഞാൻ വീട്ടിൽ നിൽക്കുകയാണ് എന്നർത്ഥം. ഓക്കെ, യു ക്യാൻ ഓൾസോ സേ ഐ ആം ഗോയിങ് ടു ഡു സംതിങ്. യൂണിറ്റ് 27 പറഞ്ഞു ഐ ആം ഗോയിങ് ടു ഡു എന്നുള്ളതും പ്ലാനിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറയാം. അത് 27ാമത്തെ അധ്യായത്തിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, ഡോണ്ട് യൂസ് ദ പ്രസന്റ് സിമ്പിൾ, ഐ സ്റ്റേ, ഡു യു ഗോ പോലെയുള്ള പ്രസന്റ് സിമ്പിൾ ഫോർ പ്ലാൻസ് ആൻഡ് അറേഞ്ച്മെന്റ്സ് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. ഐ ആം സ്റ്റേയിങ് അറ്റ് ഹോം ദിസ് ഈവനിങ്, ഇന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ നിൽക്കുകയാണ്. അതിന് പകരം ഐ സ്റ്റേ അറ്റ് എന്ന് പറയാറില്ല, ഐ ആം സ്റ്റേയിങ് എന്നാണ് പറയുന്നത്. ആൻഡ് ആർ യു ഗോയിങ് ഔട്ട് ടുനൈറ്റ്, ഇന്ന് നിങ്ങൾ പുറത്ത് പോവുകയാണ്. ആൻഡ് ഡു യു ഗോ ഔട്ട് ടുനൈറ്റ് എന്ന് പറയില്ല. ഡു യു എന്നുള്ളത് സ്ഥിരമായ ഒരു പ്രവൃത്തിയെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ആൻഡ് ഈസ് ഇറ്റ് കമ്മിങ് ടു ദ പാർട്ടി നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച ആൻഡ് പാർട്ടിക്ക് വരുന്നില്ല. ആൻഡ് ഡസ് ഇറ്റ് കം എന്നല്ല അവിടെ പറയുന്നത്, ആൻഡ് ഈസ് ഇറ്റ് കമ്മിങ് എന്നാണ്. പ്ലാനിങ് ആണെങ്കിൽ നമ്മൾ ഈസ് ഇറ്റ് കമ്മിങ് എന്നാണ് പറയുന്നത്. ആൻഡ് ബട്ട് വി യൂസ് ദ പ്രസന്റ് സിമ്പിൾ ഫോർ ചേഞ്ച് ടേബിൾസ്, പ്രോഗ്രാം ആൻഡ് ട്രെയിൻ, ബസ്സസ്. ഓക്കെ, ഈ ടൈം ടേബിൾസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ്, ട്രെയിൻസിൻ്റെ സമയങ്ങളൊക്കെ പറയാൻ നമ്മൾ പ്രസന്റ് സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. ദ ട്രെയിൻ അറൈവ്സ് അറ്റ് 7:30 എന്നാണ് പറയുന്നത്. ആൻഡ് വാട്ട് ടൈം ഡസ് ദ ഫിലിം ഫിനിഷ്, എപ്പോഴാണ് ഫിലിം ഫിനിഷ് ചെയ്യുന്നത്? അവിടെയെല്ലാം നമ്മൾ സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. രണ്ടും കമ്പാരിസൺ ആണ് കൊടുക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് യൂഷ്വലി ഫോർ പീപ്പിൾ. ഐ ആം ഗോയിങ് ടു എ കൺസെർട്ട് ടുമോറോ, ഞാൻ നാളെ കൺസെർട്ടിന് പോവുകയാണ്. ആൻഡ് വാട്ട് ടൈം ആർ യു ലീവിങ്, എത്ര മണിക്കാണ് നിങ്ങൾ പോകുന്നത്? ആൻഡ് പ്രസന്റ് സിമ്പിൾ ചേഞ്ച് ടേബിൾസ്, പ്രോഗ്രാംസ്, ഇത് രണ്ടും അറേഞ്ച്മെന്റ്സും പ്ലാനുകളാണ്. അപ്പോൾ ചേഞ്ച് ടേബിൾസ്, പ്രോഗ്രാംസിനെല്ലാം ദ കൺസെർട്ട് സ്റ്റാർട്ട്സ് അറ്റ് 7:30 എന്ന് പറയുന്നു, തുടങ്ങുന്നു എന്നുള്ള അർത്ഥത്തിൽ. ആൻഡ് വാട്ട് ടൈം ഡസ് യുവർ ട്രെയിൻ, എത്ര മണിക്കാണ് ട്രെയിൻ പോകുന്നത്? നേരെ മറിച്ച് ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള പ്ലാനിങ്ങുകളാണെങ്കിൽ ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത് എന്നർത്ഥം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പാഠങ്ങൾ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് 3 മുതൽ 4 അധ്യായങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്രസന്റ് സിമ്പിൾ നമ്മൾ യൂണിറ്റ് 5, 6 പഠിച്ചിട്ടുണ്ട്. ഇനി ഐ ആം ഗോയിങ് ടു എന്നുള്ളതിൻ്റെ യൂണിറ്റ് 27 നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എക്സസൈസുകൾ താഴെ കൊടുത്തിരിക്കുന്നു. ഓരോ എക്സസൈസുകൾ നിങ്ങൾ വായിച്ചു നോക്കുക, അതിനനുസരിച്ചുള്ള ആൻസർ എഴുതുക. ആൻസർ കീ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലായിരിക്കുന്നു എന്നർത്ഥം. ഈ ആൻസർ കീയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോസ് അടുത്ത ക്ലാസ്സുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി 27ാമത്തെ